ഹായ്. ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ, നമ്മളൊക്കെ എല്ലാവരും ഫസ്റ്റ് ടൈമിലൊക്കെ മുന്നിലൊക്കെ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നൊരു വർക്കൗട്ട് ഉണ്ട്. അതായത് നമ്മൾ മുട്ട് വളയ്ക്കാണ്ട് കൈ നിലത്ത് ടച്ച് ചെയ്യുക എന്നുള്ളൊരു. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും വളയാനും കുനിയാനും പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ വരുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് പറ്റാറില്ല. അവർക്ക് ഒന്നുകിൽ മുട്ട് വളയും, അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റില്ല. കാരണം കൈ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അവർക്ക് പറ്റാണ്ട് ഇങ്ങനെ ഹാഫ് ആകുമ്പോൾ തന്നെ അവരിങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഈസി ആയിട്ട് അവർക്ക് പറ്റുന്ന രീതിയിലൊരു കുഞ്ഞ് ടിപ്പ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിലർക്ക് അറിയാവുന്നതായിരിക്കും, അറിയാത്തവർ ഒന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കൈകൾ ഉയർത്തിയിട്ട് നമ്മളെ ബോഡിയിൽ തന്നെ ഇങ്ങനെ ടച്ച് ചെയ്യുക. നമ്മളിങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ മെല്ലെ വളയുക. അതായത് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് നമ്മൾ സ്വയം കൊടുക്കുന്ന സപ്പോർട്ടാണ്. അപ്പം നിങ്ങൾക്ക് മുട്ടിൻ്റെ അവിടം വരെ നിങ്ങൾക്ക് വളയാൻ പറ്റുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് എത്ര വളയാൻ പറ്റും. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ നിവരുക, പിന്നും സെയിം ഇതേപോലെ വളയാൻ ശ്രമിക്കുക. അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ താഴോട്ട് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുക. ഓരോരുത്തർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യുക കേട്ടോ. സെയിം അതുപോലെ തിരിച്ച് നമ്മൾ ബോഡി ടച്ച് ചെയ്തുകൊണ്ട് വേണം നമ്മൾ കൈകൾ മുകളിലേക്ക് ഉയർത്താനായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾ ദിവസം ചെയ്തോളൂ, 100% നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. ഇതിലൊരു മാറ്റമില്ല. മാത്രം ശ്രദ്ധിക്കുക, മുട്ട വളച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പറ്റാത്ത കാര്യം മുട്ട വളച്ച് ചെയ്യേണ്ട. മുട്ട വളയ്ക്കാണ്ട് ചെയ്യുന്നതാണ് എപ്പോഴും ഉപകാരം കേട്ടോ. അപ്പം മുട്ട വളയ്ക്കാൻ നിൽക്കേണ്ട, നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് അത് വെച്ച്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയാണോ എത്ര വരെ നിങ്ങളുടെ കൈ വന്നു ടച്ച് ചെയ്യാൻ പറ്റി നിങ്ങൾ ശ്രദ്ധിക്കുക. ദിവസവും ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ മാറ്റം സ്വയം തിരിച്ചറിയുക. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് നമ്മൾ എവിടെ വരെ ചെയ്തു. ഇപ്പോൾ ഉടനെ പെട്ടെന്ന് ടപ്പനേന്ന് പറഞ്ഞാൽ മാറൊന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്നതനുസരിച്ച് അത് എന്ത് കാര്യവും ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അത് ഗ്യാരൻറ്റിയാണ്. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് പറ്റും. കാരണം നമ്മളിങ്ങനെ കൈ എടുക്കുന്നതിനെക്കാട്ടിലും നമ്മളെ ബോഡിയിലൊന്ന് ടച്ച് ചെയ്യുന്നതിനടുത്ത് നിങ്ങൾക്ക് വളയാൻ പറ്റും. പിന്നെ ഇത് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ കുനിഞ്ഞ് നിലത്തുനിന്നൊരു സാധനം എടുക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. എനിക്ക് കുനിഞ്ഞെടുക്കാൻ വയ്യ, നടുവേദന, കുനിയാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ചെയ്യുന്നൊരു വർക്കൗട്ടിലോട്ട് അതിനൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ടിട്ട് 2-3 ഗുണങ്ങളുണ്ട് കേട്ടോ. ഫസ്റ്റ് ഗുണം നിങ്ങളുടെ വയറിന് തന്നെയാണ്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നടുവൊക്കെ ഏകദേശം ഒന്ന് ഓക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. നിങ്ങൾക്ക് കുനിയാനും നിവരാനും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടൊക്കെ മാറും. അപ്പോൾ അങ്ങനെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഉപയോഗങ്ങളുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ മാറും, അതും 100% ഉറപ്പാണ്. അപ്പോൾ ഇത് ചെയ്തോളൂ. നിങ്ങൾക്കിപ്പോൾ അല്ലാണ്ടും ചെയ്യാൻ പാടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർ കുനിയാനും നിവരുമ്പോൾ പെട്ടെന്ന് ബാലൻസൊക്കെ പോകുന്ന ആൾക്കാരാണ്. ചുവരിലൊന്ന് ചാരി നിന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ചുവരുമേലൊന്ന് ചാരി നിന്നിട്ട് നിങ്ങൾക്ക് ചിലർക്ക് കുനിഞ്ഞിട്ട് പെട്ടെന്ന് വരുമ്പോൾ ചിലപ്പോൾ ബാലൻസൊക്കെ പോയിട്ട് പുറകിലോട്ടൊക്കെ വീഴാൻ പോകുന്നു. ചിലപ്പോൾ ഇച്ചിരി പ്രായമൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ അങ്ങനെ, പ്രായം ഇല്ലാത്തവർക്ക് പോലും ഇപ്പോൾ അങ്ങനെ ബാലൻസ് തെറ്റാറുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. നിങ്ങൾ കുനിയാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ പിടിച്ചിടുക. സപ്പോർട്ട് ഒത്തിരി നന്ദി. ഇതുപോലുള്ള കുഞ്ഞു ടിപ്സായിട്ട് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. ചെയ്തൊക്കെ കമൻറ്റ് പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ള. ഓക്കെ, താങ്ക് യു.